ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് പേജ് ഫില്ലിംഗ് ഐഡിയാസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ടോട്ടൽ 4 എണ്ണമാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത്, എന്തായാലും പുതിയൊരു വർഷം തുടങ്ങിയല്ലോ, അപ്പോൾ വെൽക്കം 226 എന്ന് പറഞ്ഞിട്ടൊരു പേജ് ചെയ്യാൻ വെച്ചു. കുറച്ച് കോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നല്ല പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഈ ഒരു 226-ന് വെച്ച കുറച്ച് തോട്ട്സ് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പേജോ 3 പേജോ അങ്ങനെയൊക്കെ എഴുതിയ കുറേ പേജ് അങ്ങനെ ഇതാക്കാമല്ലോ, ഫില്ല് ചെയ്യാമല്ലോ. നല്ല ഐഡിയ ആണ്. ഞാൻ പിന്നെ അധികം ഒന്നും എഴുതാതൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വലുതാക്കി എഴുതിയിട്ട് അവിടെ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ട് ഇങ്ങനത്തെ ബ്ലൂ കളർ വെച്ചിട്ട് ഇങ്ങനെ തൊട്ടിട്ടാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. ഫസ്റ്റത്തെ 2 പോയിൻറ്റ്സാണ് ഞാൻ സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ളത്. ബാക്കിയൊക്കെ എനിക്ക് പിന്നെ ആലോചിച്ച് ഇത് വീഡിയോ പിടിക്കുന്ന സമയത്ത് ആലോചിച്ചിരിക്കാൻ പിന്നെ മടിയായ കാരണം ഞാൻ കുറച്ച് ഗൂഗിളിൽ നോക്കിയിട്ടാട്ടോ ബാക്കിയുള്ളതൊക്കെ എഴുതിയിട്ടുണ്ടായത്. ഞാനധികം ഡിസൈനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല അത്യാവശ്യം സ്കെച്ചും ഒക്കെ കൂടെ വെച്ചിട്ട് അടിപൊളിയായിട്ട് വരച്ച് ഡിസൈനൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 226-ലെ എയിം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വരച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലേസസ് ടു വിസിറ്റ് അതൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഇങ്ങനത്തെ കോട്ട്സ് തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണം എന്നുണ്ട് ഈ വർഷത്തിന് മുമ്പ് തന്നെ എന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുക. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും സ്ഥലം കാണണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. ഞാൻ അധികം കാണിക്കുന്നില്ല അത് എഴുതിയത്. അപ്പോൾ സെക്കൻഡ് പേജ് എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റിക്കി നോട്ട് വെച്ചിട്ടുള്ള പേജാട്ടോ. സ്റ്റിക്കി നോട്ടിൽ ഈ കളർ പേപ്പർ വെച്ചിട്ടായാലും ഒട്ടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് മെമ്മറീസ് ഓഫ് 226 എന്നാണ് എഴുതുന്നത്. അതായത് നമുക്ക് ഓരോ മെമ്മറീസൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഈ ഓരോ സ്റ്റിക്കി നോട്ടിൻ്റെ മേലെ പേര് മാത്രം എഴുതുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ ഇത് എഴുതാം. ഇതാണ് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തത്. അപ്പോൾ ഞാൻ ബർത്ത്ഡേയുടെ എഴുതി വെച്ചിട്ടുണ്ട്, അബാക്കസ്, മൈ ഡ്രീം കം ട്രൂ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ എന്നിട്ട് അതിനനുസരിച്ച് സെയിം ആയ സ്റ്റിക്കർ അതിൻ്റെ മേലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബർത്ത്ഡേക്ക് കേക്കിന് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ ഈ നമുക്ക് അടുത്ത പേജ് നോക്കാം. മറ്റേത് ഒട്ടിച്ചതിന് ശേഷം കാണിക്കാഞ്ഞെന്ന് വെച്ചാൽ മെമ്മറീസ് വന്നിട്ട് വേണ്ട എഴുതാൻ. അടുത്ത പേജ് എന്ന് വെച്ചാൽ ജനുവരി മന്തിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ജനുവരി 226 എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്കെച്ച് വെച്ചിട്ട് അവിടെ ഡോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കലണ്ടർ ഞാൻ അവിടെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക. കലണ്ടറൊന്നും വരയ്ക്കണം എന്നൊന്നുമില്ല. എനിക്ക് പിന്നെ പെട്ടെന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ജനുവരിയിൽ നിന്ന് തന്നെയല്ല, എല്ലാ മാസം ചെയ്ത് കൊടുക്കുക. ഓരോ മാസം അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഡിസംബർ എന്ന് വെച്ചാൽ ക്രിസ്മസ് ആണ്, ഏപ്രിൽ വിഷു, ഓഗസ്റ്റ് ഓണം, അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ തീമിലായിട്ടും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റത്തെ പേജ് എന്ന് വെച്ചാൽ കുറച്ച് സോങ്സ് ലിറിക്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് എഴുതാം. നിങ്ങളുടെ ഫീലിങ്ങിനെ, അതായത് നിങ്ങളെ ഹാപ്പി ആക്കുന്ന സോങ്സ് എന്ന് പറഞ്ഞ് എഴുതാം, സാഡ് ആക്കുന്ന സോങ്സ് എന്ന് പറഞ്ഞ് എഴുതാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സോങ്സ് ലിറിക്സ് പറഞ്ഞ് എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോങ് വെറുതെ കുറച്ച് എഴുതിയിട്ടുള്ളൂ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി. എനിക്കിഷ്ടമുള്ള സോങ് ശരിക്കും പറഞ്ഞാൽ 4 പേജുണ്ട്. അത് ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ തെറ്റിയ ഭാഗത്താണ് ആ ഹാർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത്. ഇത് സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിസൈനൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. എനിക്ക് പിന്നെ മടിയുണ്ട്, ഒന്നും കണ്ടും വെച്ചിട്ടില്ല ഞാൻ. അപ്പോൾ ഈ വീഡിയോ എടുക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ എന്താ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.